കണ്ണടച്ച് തുറക്കും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് സൗദി. ലോകമാകെ വിസ്മയിച്ച് ആ മാറ്റത്തിന് മുന്നിൽ വീർപ്പടക്കി നിൽക്കുകയുമാണ്. ജോലി, ബിസിനസ് ആവശ്യാർത്ഥം ലക്ഷക്കണക്കിന് വിദേശികളാണ് എന്നും സൗദിയിലേക്ക് ഒഴുകിയെത്തുന്നത്. എല്ലാ കാലത്തെയും ഒരു ബിസിനസ് സൗഹാർദ്ദ രാജ്യം. ലോകത്തെങ്ങുമായി 4000-ലധികം വെറൈറ്റി ചോക്ലേറ്റുകൾ ഇറങ്ങുന്നുണ്ട്. അവയെല്ലാം ഇന്ന് സൗദിയിൽ കിട്ടുന്നുമുണ്ട്. ഗൾഫുകാരൻ്റെ പെട്ടിയിലെ ചോക്ലേറ്റുകൾക്ക് കാത്തുനിന്ന ഒരു കാലമുണ്ട് ഓരോ മലയാളിയുടെ മനസ്സിലും. കുട്ടികളെ മാത്രമല്ല, ഏവരുടെയും രുചികളെ വരെ ആനന്ദിപ്പിച്ചിരുന്നു ആ ചോക്ലേറ്റുകൾ. എന്തായിരിക്കും ആ സൗഹൃദത്തിൻ്റെ രുചിയെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് സൗദിയിലെ ആ പ്രത്യേക രുചിയുടെ പേരാണ് ബിൻ ഖമീസ്. ജീവിക്കാൻ വേണ്ടി പല തൊഴിലുകളും നാട്ടിൽ ചെയ്യേണ്ടി വന്നവർ, ജീവിതം പച്ച പിടിക്കാതെ വന്നപ്പോൾ ഗൾഫിലേക്ക് ഒരു പ്രതീക്ഷ തേടിപ്പോയവർ. പക്ഷെ അവരെ കാത്തിരുന്നത് അവർ സ്വപ്നം കണ്ട ഗൾഫല്ലായിരുന്നു. കിട്ടിയ ജോലിക്കപ്പുറത്തേക്ക് വളരണം എന്നാണവർ ആ കഷ്ടപ്പാടുകൾക്ക് നടുവിലും ചിന്തിച്ചത്. അതിനായാണ് അവർ പ്രയത്നിച്ചത്. ഏത് പ്രതിസന്ധിയിലും അവർ ഒരുമിച്ച് നിന്നു. തളർച്ചയിൽ പരസ്പരം താങ്ങും തണലുമായി. ഇന്നവർ 3000 കോടി വാർഷിക വിറ്റുവരവുള്ള ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരാണ്. ബിസിനസ് പാരമ്പര്യം ഒന്നും അവകാശപ്പെടാനില്ലാത്ത 3 പേർ. അവർക്കൊപ്പം നാട്ടിലെ ബിസിനസ് പരിചയമുള്ള 2 പേർ. ഒരുമിച്ച് നിൽക്കെ ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ജീവിതത്തിൽ ഇത്തരമൊരു വലിയ ബിസിനസ്സിലേക്ക് എത്തിപ്പെടുമ്പോൾ ഒരു ബിസിനസ് പാരമ്പര്യമൊന്നും എനിക്കോ എൻ്റെ കുടുംബത്തിനോ പറയാനില്ല. മാത്രമല്ല, ജീവിതത്തിലെ ബാല്യവും കൗമാരമൊക്കെ വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. ജീവിക്കാൻ വേണ്ടി പല തൊഴിലുകളും നമ്മൾ നാട്ടിൽ എടുത്തിട്ടുണ്ട്. ചായക്കച്ചവടം, കടലക്കച്ചവടം, അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ്സുകളിലേക്കും നമ്മൾ ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ്. എല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് ഗൾഫിലേക്കൊന്ന് പോയാലോ എന്ന ഒരു മോഹം വരുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഗൾഫല്ല നമ്മളെ കാത്തിരുന്നിരുന്നത്. 10-20 കൊല്ലത്തെ പ്രവാസത്തിനിടക്ക് കാര്യമായിട്ടൊന്നും നേടാൻ കഴിയാതെ ഞാൻ തിരിച്ചു പോവുകയാണ്. ഞാനും ഷൗക്കത്തും കൂടി 1995 സൗദിയിൽ ആദ്യമായിട്ട് എത്തുന്നത്. ഒരു അറബിയുടെ സ്ഥാപനത്തിലായിരുന്നു ഞങ്ങൾ 4 വർഷക്കാലം ജോലി ചെയ്തത്. കുറഞ്ഞ തുച്ഛമായ ശമ്പളം 650 റിയാൽ ശമ്പളത്തിനായിരുന്നു അന്ന് ഞങ്ങൾ വർക്ക് ചെയ്തത്. അങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വേറൊരു സ്വന്തമായൊരു സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവിടുന്ന് ഇറങ്ങി. കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ കുറച്ച് സ്ഥലം വിൽക്കേണ്ടി വന്നു. എന്നിട്ടും തികയാതെ വന്നപ്പോൾ ഞങ്ങളെ ചെയർമാൻ ഹമീദ് മൗലവി, അദ്ദേഹം പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. 10-25 വർഷത്തോളം പ്രവാസം അനുഭവിച്ച് മൂപ്പര് ഇവിടുന്ന് പോയതായിരുന്നു. പക്ഷെ അവരെ വിളിച്ച് അവരായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. അവരിരുന്നും കുറെ ഇൻവെസ്റ്റ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾക്ക് അത്തിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ചെറിയൊരു സ്ഥാപനം ഞങ്ങളിട്ടത്. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഞാനില്ല, നിങ്ങൾ തുടങ്ങിക്കോളൂ, എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്യാം, ഈ സംവിധാനത്തിൽ നിങ്ങളും കൂടെ ഉണ്ടാകണമെന്ന് നിർബന്ധിച്ചപ്പോൾ നമ്മൾ അതിനുവേണ്ട സംവിധാനങ്ങൾ, ഫണ്ട് കണ്ടെത്തി ആ ഒരു സംവിധാനത്തിൽ നമ്മൾ പാർട്ട്ണറായി കൂടുകയാണ്. ആദ്യത്തെ ഒരു വർഷം കച്ചവടം കുറവായിരുന്നു. പലപ്പോഴും നമ്മൾ സാധനങ്ങൾ ഇറക്കി മന്തൂബിന് കാശ് കൊടുക്കാൻ കഴിയാതെ മന്തൂബ് വരുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് ഓടിപ്പോകുന്ന, ഒളിച്ചിരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഞങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള മുസ്തഫ,
ഫൈസൽ, അവരും ഇന്ന് ഞങ്ങളുടെ പാർട്ട്നേഴ്സാണ്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് ഞാൻ വരുന്നത്. ഡിഗ്രി കഴിഞ്ഞ ഉടനെ മെഡിക്കൽ ഷോപ്പിൽ ഫുള്ളി എൻഗേജഡായി. ഒരു 2 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തതിനു ശേഷമാണ് ഗൾഫിലേക്ക് ഒരു ചാൻസ് കിട്ടിയപ്പോൾ യു എയിലേക്ക് പോയി 2002. അവിടെ ഞാൻ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 11 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു വലിയൊരു അഡ്വാൻറ്റേജ്. അന്ന് ഞാനിവിടെ വരുമ്പോൾ അസീസിയ മാർക്കറ്റിൽ ഒരു ഹോൾസെയിൽ ഷോപ്പ് പോലും കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടില്ല. ക്യാമറ അങ്ങനത്തെ ഒരു ടെക്നോളജിയും ആരും യൂസ് ചെയ്യാത്തൊരു കാലഘട്ടം. വന്ന ഒരു 2 മാസം കൊണ്ട് തന്നെ നമ്മൾ ബ്രാഞ്ച് കമ്പ്യൂട്ടറൈസ് ചെയ്തു, ക്യാമറ ഒക്കെ വെച്ച് വർക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഞാൻ ഹാൻഡിൽ ചെയ്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ടെക്നോളജിയാണല്ലോ. നമ്മളന്ന് ചെറിയ സോഫ്റ്റ്വെയർ ഒന്നും, ഇന്നിപ്പോൾ നമ്മൾ ഒരു ഡെവലപ്പർ വെച്ചിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 13 ബ്രാഞ്ചുകളും ഈസി ആയിട്ട് നമ്മൾ ഒരു ഒറ്റ ഹെഡ് ഓഫീസിൽ നിന്ന് കണ്ട് നമുക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈവൻ പർച്ചേസ് എൻട്രിയും പേയ്മെൻറ്റും ഒക്കെ ഇവിടെ നിന്നാണ് നമ്മളത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ബ്രാഞ്ച് തുടങ്ങുക എന്നുള്ളത് വളരെ ഈസിയാണ്. സിസ്റ്റം ഒരു പ്ലഗ് ആൻഡ് പ്ലേ പോലെ നമുക്ക് ഈ സിസ്റ്റത്തിൽ നമുക്കൊരു ബ്രാഞ്ച് ആഡ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വളർത്തിയിട്ടുണ്ട്. ഞാനൊരു MBA കഴിഞ്ഞ് നാട്ടിൽ ബാംഗ്ലൂർ HDFC ബാങ്കിൽ ഒരു 6 മന്ത് വർക്ക് ചെയ്തു. ആ സമയത്താണ് ദുബായ് വിസിറ്റിംഗ് പോയി. നമ്മൾ ബിസിനസ്സാണ് നമ്മളെ ലക്ഷ്യം. സൗദിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അങ്ങനെയാണ് സൗദിക്ക് ഇങ്ങോട്ട് 2008 ഇങ്ങോട്ട് പോകുന്നത്. രണ്ടായിരത്തി 2011 നമ്മൾ വന്നെങ്കിലും 2011 ഫുഡിലാണ് നമ്മൾ 1 വർഷം ഫുഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫുഡാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഡെവലപ്പായ ഉടനെ പിന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഡിവിഷൻ തന്നെടുക്കുകയുള്ളൂ. അതിനെങ്ങനെ നമുക്ക് ഉന്നതിയിലെത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ചിന്ത. അവർക്ക് മാത്രം പാർട്ണർഷിപ്പുള്ള അത്തിക്ക ബ്രാഞ്ച്, നമുക്ക് 2 കൂട്ടർക്കും കൂടി പിന്നെ പാർട്ണർഷിപ്പിലുള്ള റബ്ബോ ബ്രാഞ്ച്, ഇത് 3 കൂടി ഒന്നിച്ച് നമ്മളൊരു ബ്രാഞ്ച് കണക്ക് ഒരേ പാർട്ണർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് പർച്ചേസും സെൻട്രലൈസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഷൗക്കത്തിനോട് ചോദിച്ചു. ഒരു ഗ്രൂപ്പ് കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ ഷൗക്കത്ത് വളരെ ആവേശത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവരത്തരമൊരു തീരുമാനങ്ങളായിട്ട് നമ്മുടെ അടുത്ത് വന്നപ്പോൾ വലിയൊരു ഫ്യൂച്ചർ, വലിയൊരു ഭാവി നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളൊക്കെ അതിനെ സഹർഷം സ്വാഗതം ചെയ്യുക ചെയ്തു. ആ കൂടിച്ചേരലാണ് ഞങ്ങളുടെ ഇന്ന് കാണുന്ന ഈ വലിയ വിജയത്തിനും ഇന്ന് കാണുന്ന ഈ വലിയ ഒരു ഉന്നതിക്കും കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തു വന്നാലും നമ്മൾ കൂടിച്ചേർന്നേ വലുതാവാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഒരു ഡിസംബർ 27 നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയായി. അന്ന് മുതലാണ് നമ്മൾ ശരിക്കും ബിൻ കമ്മീസ് എന്നുള്ള ബ്രാൻഡ് നെയിം നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ 2008 വെറും 7 ജോലിക്കാരും 4 ലക്ഷം മൂലധനവുമായിട്ടാണ് ബിൻ കമ്മീസ് എന്ന സംരംഭത്തിന് ഈ 5 പേരും ചേർന്ന് തുടക്കമിടുന്നത്. ഇന്ന് സൗദി പൗരന്മാരടക്കം 400ഓളം ജീവനക്കാരും 30ഓളം വെയർഹൗസുകളും 13 ശാഖകളുമായി സൗദി അറേബ്യയിലുടനീളം പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഭക്ഷ്യവിതരണ ശൃംഖലയാണ് ബിൻ കമ്മീസ്. ഈ ചോക്ലേറ്റ് ഈ ഫീൽഡിൽ ഒരുപാട് അന്നത്തെ കാലങ്ങളിൽ ഞങ്ങൾ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിൽ ഭയങ്കര കോമ്പറ്റീഷൻ നിലനിന്നിരുന്ന കാലമായിരുന്നു. ഈ 3 കടയിൽക്കും ഒരുമിച്ച് സാധനം എടുക്കുമ്പോൾ ഭയങ്കര ലാഭമാണ്. ഓരോ കടകളാകുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 100 കേസ് എടുക്കുമ്പോൾ 1000 കേസ് എടുക്കുമ്പോൾ റേറ്റ് വ്യത്യാസമാണ്. ഈ റേറ്റിൽ ഞങ്ങൾക്ക് കസ്റ്റമർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് കുറഞ്ഞ വിലക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞോലും ബിൻ കമ്മീസിൻ്റെ അന്നും ഇന്നും ഉള്ളൊരു പോയിന്റ് തന്നെ പറയാം.
5 പേരും 5 മേഖലകളിൽ വളരെ വിശാലമായ അർത്ഥത്തിൽ വിദഗ്ധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് ഇന്ന് കമ്പനിയുടെ ഈ ഒരു വലിയ വളർച്ചയുണ്ടായിട്ട്. അമിത് സാർ എന്ന് പറഞ്ഞ ചെയർമാൻ നമ്മളെക്കാട്ടി കുറച്ചും കൂടി സീനിയറാണ്, ഒരു നമ്മളെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പേഴ്സൺ. അപ്പോൾ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല സെയിൽസ്മാനുമാണ്, നല്ല പർച്ചേസർ കാറ്റഗറി. ജാഫറും ഏകദേശം സെയിം ക്വാളിറ്റി, ഒന്നുകൂടി ഫിനാൻസും കൂടി നന്നായി ഹാൻഡിൽ ചെയ്യാൻ ജാഫറും എടുക്കാനാണ്. മുസ്തഫനെ സംബന്ധിച്ചിടത്തോളം മുസ്തഫ നമ്മളൊരു ബ്രാഞ്ച് നമുക്ക് തുടങ്ങണമെന്ന് നമ്മളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും ബ്രാഞ്ച് ഉദ്ഘാടനത്തിന് പോയാൽ മതി. അപ്പോൾ നമ്മൾ തമ്മിലൊക്കെ പലപ്പോഴും നമ്മൾ പല മേഖലകളിൽ നിന്ന് വന്നവരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളുള്ള, അപ്പോൾ എപ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമിത് സാറിൻ്റെ മുന്നിൽ ഇരുന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്ത് ഒരു അഭിപ്രായമായിട്ട് മാറ്റുക എന്നുള്ളതിൽ അമിത് സാർ വഹിക്കുന്ന പങ്ക് ഭയങ്കരമാണ്. എന്തൊരു വിഷയം ഉണ്ടെങ്കിലും അത് ലാസ്റ്റ് എൻഡിൽ എത്തുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കും. മൂപ്പരാണ് ഇതിൻ്റെ ലാസ്റ്റ് വാക്ക്. ഈ ഒരു വിജയത്തിന് ഞങ്ങളുടെ കഴിവ് മാത്രമല്ല, കമ്പനിയുടെ ഗുണത്തിന് വേണ്ടി സമയം നോക്കാതെ, ജോലിയുടെ ഭാരം നോക്കാതെ എന്നും കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമെന്ന് പറയും. അത് കസ്റ്റമറെ നന്നായി നമ്മളെ എംപ്ലോയീസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം അതിന് വേണ്ട എല്ലാ രീതികളും നമ്മളെ കമ്പനിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടായിരത്തി കാലഘട്ടത്തിൽ ചോക്ലേറ്റ് സൗദിയിൽ ഇത്ര ഡെവലപ്മെൻ്റ് ഇല്ല. ഒരു 200-250 ഐറ്റംസ് മാത്രമേ അന്നത്തെ കാലത്തുള്ളൂ. ഇന്ന് 2023 എത്തുമ്പോഴത്തിന് 3000 ഐറ്റംസോളം മാർക്കറ്റിൽ ഇപ്പോൾ ചോക്ലേറ്റ് കിട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തി. അന്നത്തെ കാലത്ത് എല്ലാവരും സൗദിയിൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ പൊതുവെ ബിസിനസ്സിൽ നിന്ന് ലാഭം വലിച്ച് നാട്ടിലെന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ. അതാണ് അന്നത്തേത്. ഞങ്ങളതിന് പകരം ബിസിനസ് വളർത്തുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പോയത്. ലാഭം ഇവിടെ തന്നെ നമ്മൾ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ടെക്നോളജിയും പിന്നെ സിസ്റ്റവും ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ ഭാഗം. ഓപ്പറേഷൻ സെക്ഷനിൽ തന്നെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ നല്ല ലൊക്കേഷൻ കിട്ടിയാൽ അവിടെ പോയി സൈറ്റ് വിസിറ്റ് ചെയ്ത് നല്ലൊരു ലൊക്കേഷൻ്റെ അവിടെ ബ്രാഞ്ച് തുടങ്ങും. അവിടെ ഗോഡൗണിൽ നമ്മൾ കണ്ടെത്തി പിന്നെ അവിടുത്തെ വർക്കുകൾ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റങ്ങളുണ്ടാവും. അത് നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ട് ബിസിനസ്സിനൊക്കെ ഈസി മെത്തേഡ് രൂപത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ റണ്ണിങ് കണ്ടീഷനിലേക്ക് പോകുന്നത്. ഒരു വയർഹൗസ് കണ്ടിച്ചിട്ട് ആ വയർഹൗസ് നമുക്ക് ചിലപ്പോൾ സ്യൂട്ടബിൾ ആവില്ല. ബിസിനസ്സിൻ്റെ ഒരു ആക്സസിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി അവിടെ സ്റ്റാഫുകളെ ഉപയോഗിച്ചിട്ടും അവിടുത്തെ മാൻ പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത്. ഓൾ ഓഫ് ദി സൗദി അറേബ്യ. അപ്പോൾ അവിടുത്തെ കസ്റ്റമർ നമ്മൾ പറയും ഇവിടെ കസ്റ്റമർ ബിസിനസ് ഉണ്ട്, നിങ്ങളിങ്ങോട്ട് വന്ന് നോക്കി. കാരണം അവർക്കും സുഖം എന്താ പറഞ്ഞാൽ നമ്മളവിടെ വന്നാൽ റിയാദിന് പർച്ചേസ് ചെയ്യുന്നത് പകരം എക്സാമ്പിൾ ജിദ്ദ ആണെങ്കിൽ ജിദ്ദയിൽ വൈറസ് തുടങ്ങിയാൽ ഇതേ സെയിം കോസ്റ്റിന് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഓരോ ലൊക്കേഷനിലും ഇതുവരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. 2022 കമ്പനിയുടെ റീസ്ട്രക്ചറിങ് നടക്കുന്നത്. ആ അവസരത്തിൽ ഒരു 5 ഇയർ പ്ലാൻ നമ്മൾ അനൗൺസ് ചെയ്യുകയുണ്ടായി. 9 ഔട്ട്ലെറ്റുകളുള്ള കമ്പനിയുടെ ഷോപ്പുകളുടെ എണ്ണം 20ലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അന്നത്തെ പ്ലാൻ. ഈ വരും മാസങ്ങളിൽ തന്നെ സൗദിയിലെ 4 പ്രൊവിൻസുകളിൽ കൂടി നമ്മുടെ ഹോൾസെയിൽ ഷോപ്പുകൾ തുറക്കാനിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ 1000 കാർട്ടൂൺ എടുത്തിരുന്നത് ഞങ്ങൾക്ക് സ്ഥാപനങ്ങൾ കൂടി വന്നപ്പോൾ ഞങ്ങളത് കണ്ടെയ്നറുകൾക്ക് എത്തി. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു കാർട്ടൂണോ 10 കാർട്ടൂണോ 20 കാർട്ടൂണോ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്നത്തെ കോമ്പറ്റീഷൻ അനുസരിച്ച് സെയിൽ ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ കണ്ടെയ്നർക്ക് എത്തിയത്. അങ്ങനെ ഏകദേശം 10 കണ്ടെയ്നറോളം ഞങ്ങൾ ഡെയിലി സാധനങ്ങളിപ്പോൾ 13 ബ്രാഞ്ചിലേക്ക് വേണ്ടി ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് ഞങ്ങൾ ആദ്യം കടം കൊടുത്തിട്ടുള്ള ബിസിനസ്സായിരുന്നു.
ഏകദേശം 2015 കാലഘട്ടത്തിൽ ഒരുപാട് പൈസ കടം കൊടുത്തു, അതെല്ലാം നഷ്ടപ്പെട്ടു. വേറൊരു രൂപത്തിലേക്ക് ചിന്തിച്ചു, വില കുറച്ച് റെഡി ക്യാഷിന് വിൽക്കാന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നു. അവിടുന്ന് ശേഷമാണ് ഞങ്ങളുടെ സ്ഥാപനം ഫൈനാൻഷ്യലായിട്ടും മറ്റുള്ള പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഇപ്പോഴത്തെ സെയിൽസ് നമ്മൾ എല്ലാ ഹോൾസെയിൽ കടകൾക്കുമാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഹോൾസെയിൽ, റീറ്റെയിൽ, വണ്ടിക്കാർ, ഈ 3 കാറ്റഗറിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ജിസാന്, നജറാന്, ഖമീസ് മുസൈത്ത്, ബീഷ, മഹായിൽ, ദമാമ്, അല്ലസ, സക്കാക്ക, സൗദിൻ്റെ മിക്ക ഏരിയയിലും ഇപ്പോൾ നമുക്ക് ഓൾറെഡി കസ്റ്റമർ ഉണ്ട്. 2008 മുതലുള്ള കസ്റ്റമർ ഇന്നും നമ്മളൊപ്പം നിലനിൽക്കുന്നുണ്ട്. അത് നമ്മളെ റൈറ്റിൻ്റെ ഭാഗമായിട്ടും നമ്മൾ അവരായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഇന്നും 2008 കസ്റ്റമർക്ക് ഇന്നും നമ്മൾ ഹോൾസെയിലായിട്ട് സാധനം കൊടുക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ നല്ല സാധനം വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനം എന്ന ഒരു പേര് ബിൻ ഹമീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ബിൻ ഹമീസിനെ ചോദിച്ചു വരുന്ന, മാർക്കറ്റ് മുഴുവൻ തിരഞ്ഞ് ബിൻ ഹമീസിനെ തേടി വരുന്ന ഒരുപാട് കസ്റ്റമറെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലാണ് ഞങ്ങൾ പുതിയ സ്ഥാപനങ്ങൾ ഫോം ചെയ്യുന്നത്. ടോയ്സ് ഡിവിഷനും ഫുഡ് ഡിവിഷനും ആയിട്ട് ഇത് ഫോം ചെയ്തിട്ടുണ്ട്. സൗദിയെ സംബന്ധിച്ചിടത്തോളം പല രാജ്യക്കാരാണ് മാർക്കറ്റിൽ. ഇവിടെ എലിഫൻ്റ് ഫുഡ് ഭയങ്കര ഡിമാൻഡാണ്. തായ്ലൻഡ് ഫുഡ് നമ്മൾ ഫുഡ് ഐറ്റംസ് എടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ആണെങ്കിൽ UK, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, എല്ലാ രാജ്യത്തു നിന്നും ചോക്ലേറ്റ് ഇവിടെ ഇംഗ്ലീഷ് ഐറ്റംസ് മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള സാധനങ്ങളാണ്. ബിൻഖമീസ് ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഫുഡിൻ്റെ ബ്രാഞ്ച് നമ്മൾ ദാറുൽ ബൈദയിൽ ഓപ്പൺ ചെയ്തിട്ട് 1 വർഷം തികഞ്ഞു. ആ 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ചതിലും കൂടുതൽ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും കൂടുതൽ ബിസിനസ് നമുക്ക് നന്നായിട്ട് വരികയും ഇന്നൊരു സൂപ്പർ മാർക്കറ്റിൽ വേണ്ട എല്ലാവിധ ഐറ്റംസ്, ഫ്രോസൺ ഐറ്റംസുകളെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. വേൾഡിൽ തന്നെ ബിസിനസ് രംഗത്തും ടൂറിസം രംഗത്തുമൊക്കെ വളരെ വലിയ വളർച്ചയാണ് സൗദി അറേബ്യ കാഴ്ചവെക്കുന്നത്. തീർച്ചയായും സൗദി അറേബ്യയുടെ ആ വളർച്ചയുടെ കൂടെ സഞ്ചരിക്കാനാണ് ബിൻ ഹമീസും ആഗ്രഹിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള മാർഗരേഖ കമ്പനി തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. എ ഡൈനാമിക് വിഷണറി റൂളർ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയ സ്വപ്ന പദ്ധതിയായിട്ടുള്ള വിഷൻ 2030 സൗദി അറേബ്യയിലെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകളുടെ ലോകം നമുക്ക് മുന്നിൽ തുറക്കപ്പെടാനിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ സൗദിയോടൊപ്പം ചേർന്നുകൊണ്ട് വളരാൻ ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. നിലവിൽ അസീസിയയിലുള്ള നമ്മുടെ സെൻട്രൽ വെയർഹൗസ് മറ്റൊരു ലൊക്കേഷനിലേക്ക് മാറ്റിക്കൊണ്ട് വളരെ വിശാലമായ 100,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള പർച്ചേസിംഗ് യൂണിറ്റോട് കൂടിയിട്ടുള്ള വെയർഹൗസിലേക്ക് നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം മറ്റു രാജ്യങ്ങളിലുള്ള ബിസിനസ് പ്രോസസ്സിങ്ങുകൾ കൂടി ഇവിടുന്ന് മോണിറ്റർ ചെയ്യുന്ന രീതിയിൽ റിയാദ് ഹബ്ബാക്കിക്കൊണ്ട് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കോർപ്പറേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, അതിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ 13 പ്രൊവിൻസുകളിലും 2030 ആകുമ്പോഴേക്ക് നമ്മുടെ ഹോൾസെയിൽ സാന്നിധ്യം എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഹോൾസെയിൽ ഷോപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതത് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ നമ്മുടെ റീറ്റെയിൽ ശൃംഖല, സൂപ്പർ മാർക്കറ്റ് ശൃംഖല, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കോസ്മെറ്റിക്സ്, ടോയ്സ്, സ്വീറ്റ്സ്, ഫുഡ് സ്റ്റഫ് പോലത്തെ ഐറ്റംസുകളൊക്കെ ഒരൊറ്റ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നതോടുകൂടി നമുക്കത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ റീറ്റെയിൽ പ്രൈസിൽ കസ്റ്റമർക്ക് എത്തിക്കാൻ സാധിക്കും. മറ്റൊരു ട്രേഡിംഗ് കമ്പനിക്ക് രൂപം നൽകിക്കൊണ്ട് ചോക്ലേറ്റിൻ്റെയും ഫുഡ് സ്റ്റഫ് ഐറ്റംസുകളുടെയും ഒക്കെ പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് കൂടി നമ്മൾ എൻട്രി ചെയ്തിരിക്കുകയാണ്. സൗദി അറേബ്യ, ബഹ്റൈൻ, UAE പോലത്തെ രാജ്യങ്ങളിലാണ് നമ്മൾ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. GCC എക്സ്പാൻഷനോടൊപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായി ചോക്ലേറ്റ് ഐറ്റംസുകൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന UK, പോളണ്ട്, ബെൽജിയം, ജർമ്മനി പോലത്തെ രാജ്യങ്ങൾ, അവരുടെയൊക്കെ ട്രേഡിങ് ഒന്നുകൂടി സുഗമമാക്കുന്നതിന് വേണ്ടി, യൂറോപ്യൻ ബിസിനസ് കണക്ഷൻ ഒന്നുകൂടി സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടി നമ്മൾ UK ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രിക്വയറിംഗ് യൂണിറ്റ് തുടങ്ങാനിരിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത്തരത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ, നമ്മുടെ കമ്പനിയുടെ എക്സ്പോഷർ ഒരു ഗ്ലോബൽ ലെവലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ് ബിൻ ഹമീസിലെ മുഴുവൻ പാർട്ട്നേഴ്സും. അതുകൊണ്ട് തന്നെ പ്രയാസപ്പെടുന്നവൻ്റെ സങ്കടം മുഖം കാണുമ്പോൾ തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്ന ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം അത്തരം സങ്കടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് തുടക്കം മുതൽ തന്നെ അർഹതപ്പെട്ടവരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു.